ഹായ് ഗൈസ്, പാർട്ട് 2 ഇല്ലസ്ട്രേഷൻ വീഡിയോ. നമ്മുടെ വെസ്റ്റേൺ ലെഹങ്കയുടെ ഇല്ലസ്ട്രേഷൻ വീഡിയോ ആണിത്. സ്കേർട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന. ഒരു ഫിഷ് കട്ട് വരുന്ന രീതിയിലുള്ളൊരു സ്കേർട്ടാണ്. ഓൾറെഡി ഞാൻ അതിൻ്റെ ബേസ് ലെയർ ഫുൾ സ്കേർട്ടിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഷെയ്ഡിങ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടോൺ, ഇപ്പോൾ ലൈറ്റർ ടോൺ ആണല്ലോ നമ്മൾ ബേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടോൺ ഡാർക്ക് ടോൺ നമ്മൾ ഷെയ്ഡിങ് ആഡ് ചെയ്യാണ്. ഫോൾഡിങ് എങ്ങനെയാണോ വരുന്നത്, നമ്മളുടെ പോസ്ചർ എങ്ങനെയാണ്, അപ്പം ഫോൾഡിങ്സ് പല രീതിയിലാണ് വരുന്നത്. ഇതിപ്പോൾ കുറച്ചൊരു സൈഡ് പോസാണ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ തൈയുടെ ആ ഒരു പോർഷനിൽ ഒരു ഫോൾഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഫോൾഡിങ്ങും കാര്യങ്ങളും എല്ലാമാണ് നമ്മളിതിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസിൽ നിന്ന് നീഡ് അവിടം വരെ കുറച്ചൊരു ടൈറ്റ് ഒരു രീതിയിൽ ഫിഷ് കട്ട്, നമുക്ക് ഫിഷ് കട്ട് സ്കേർട്ടൊക്കെ അറിയാമല്ലോ, അങ്ങനെ ആയിരിക്കും വരുന്നത്. പിന്നെ താഴോട്ടൊരു ഫ്ലെയർ പോലെയാണ് വരുന്നത്. അപ്പോൾ ഫ്ലെയറിൽ ഓരോ ഫ്ലെയറും എത്ര ഡെപ്ത്ത് വേണം, ആ ഓരോ ഫോൾഡിൽ എത്ര ഡെപ്ത്ത് വേണം, അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ലെയേഴ്സ് ആഡ് ചെയ്ത് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയർ പോർഷനിലാണ് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ബ്ലൗസിൻ്റെ സെയിം പാറ്റേൺ ഫ്ലെയർ പോർഷനിലാണ് ഞാൻ ഹെവി ആയിട്ട് പോയേക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം പാറ്റേൺ ആണ് സ്കേർട്ടിൻ്റെ ഫ്ലെയറിൽ പോയേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് ഓൾറെഡി ഞാൻ പാറ്റേൺ ഒന്ന് പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ, അതിൻ്റെ മേലിലൂടെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പെൻസിൽ സ്കെച്ചിൻ്റെ മേലിൽ കൂടെ നമ്മൾ ഫുള്ള് ഡ്രോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ഹെവി ലുക്കാണല്ലോ, എന്നിട്ടാണ് നമ്മൾ അടുത്ത ലെയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ താഴത്തെ ഫ്ലെയർ പോർഷൻ കുറച്ച് ഹെവി ആയതുകൊണ്ട് ഞാൻ സ്കേർട്ടിൻ്റെ അപ്പർ പോർഷൻ കുറച്ച് സിമ്പിളായിട്ടാണ് വെച്ചേക്കുന്നത്. ചെറിയൊരു മോട്ടിഫ് വരുന്ന രീതിയിൽ ആണ് അപ്പർ പോർഷൻ ഓഫ് ദി സ്കേർട്ട് വെച്ചേക്കുന്നത്. ചെറിയ ബീഡ്സിൻ്റെ ചെറിയൊരു മോട്ടിഫ് സ്പ്രെഡിങ് പോലെ വരുന്ന രീതിയിലാണ് അപ്പർ പോർഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല്ലസ്ട്രേഷൻസൊക്കെ പഠിച്ച് വരുന്നവർക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസാണ്, എന്തിനാണ് നമ്മൾ ഈ ഒരു ബേസ് സെയിം കളർ കൊടുക്കുന്നതെന്നുള്ളത് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. അത് കൊടുക്കുന്നതിന് മെയിൻ റീസൺ നമ്മൾ ഫോട്ടോസിലൊക്കെ നോക്കും, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും ആ ഒരു പേൾ എഫക്റ്റ്, വൈറ്റ് എഫക്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബേസ് ലെയർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടോൺ നമ്മൾ എടുക്കുന്ന ഏതാണോ നമ്മളുടെ കളറ്, ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ എടുക്കുന്ന കളർ, അതിൻ്റെ ഒരു ഡാർക്ക് ടോൺ എടുത്തിട്ടാണ് നമ്മൾ ഒരു ലെയർ ഈ ഒരു പാറ്റേണിൻ്റെ മേലിലൂടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് വൈറ്റ് ലെയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഫോട്ടോസ് എടുക്കുമ്പോഴാണെങ്കിലും കാണാനാണെങ്കിലും നമുക്ക് മനസ്സിലാവും പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാവും. പേളിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ ഈ ഒരു ലെയർ ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പം മേളിലോട്ടാണെങ്കിലും ചെറിയൊരു മോട്ടിഫാണ്. അപ്പോൾ ബ്രൗൺ ആ ഒരു ടിൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മേലിൽ വാട്ടർ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് പോകുന്നത്. ആ പെയിൻറ്റ് ചെയ്യുന്ന പേൾ എഫക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ബ്ലൗസിൽ ചെയ്ത സെയിം ടെക്നിക്കാണ് നമ്മൾ സ്കേർട്ടിലും ചെയ്യുന്നത്. ഡോട്ട് വരുന്ന ടെക്നിക്കാണ് സ്കേർട്ടിൻ്റെ ഫ്ലെയറിലും മേലിലും എല്ലാം നമ്മൾ ചെയ്തു പോകുന്നത്. ഹാൻഡ് വർക്കിൻ്റെ ആ ഫസ്റ്റ് ഒരു ലെയർ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞു. ചെയ്തിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പോകുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ബ്ലൗസിൽ എങ്ങനെയാണോ ചെയ്തത് ആ സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ സ്കേർട്ടിലും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോട്ട് പാറ്റേൺ ആണ് ബ്ലൗസിൽ ചെയ്തത്, ആ സെയിം പാറ്റേൺ ആണ് നമ്മൾ സ്കേർട്ടിലും ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് വാട്ടർ കളർ പെൻസിലാണ്. ക്യാമലിൻ്റെ വാട്ടർ കളർ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് കളർ ജെൽ പെന്നും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ജെൽ പെന്നിൻ്റെ തന്നെ ഗ്ലിറ്റർ പെൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. കുറച്ചൊരു ഷൈനിങ് എഫക്റ്റൊക്കെ കിട്ടണം എന്നാണെങ്കിൽ ഗ്ലിറ്റർ ജെൽ പെൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്ന വാട്ടർ കളറാണ്. വാട്ടർ കളർ വെച്ച് കംപ്ലീറ്റഡ് അത് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്യുക. പിന്നെ തിക്കായിട്ട് ഹെവി കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം എന്ന് തോന്നുന്ന ഇത് പോർഷനിൽ നമുക്ക് വൈറ്റ് വാട്ടർ കളർ മിക്സ് ചെയ്യാണ്ട് നമുക്ക് ഡോട്ട് ഇട്ട് പോവാം. കുറച്ചും കൂടെ എഫക്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നിക്ക് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഓൾറെഡി ഫോൾഡൊക്കെ വരുന്ന പോർഷനിൽ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യുമ്പോഴും ആ ഫോൾഡിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടും കൂടെ വേണം നമ്മൾ ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഫോൾഡ് എങ്ങനെയാണ് വരുന്നത്, ആ നിൽക്കുന്ന പോസ്ചറിൽ എങ്ങനെയാണ് വരുന്നത്, ഇല്ലസ്ട്രേഷൻ റിയലിസ്റ്റിക് ലുക്കായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒന്ന് മൈൻഡിൽ വെക്കണം. ഇനി ഞാൻ വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ട് ഫോൾഡിങ്സും കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലാണ് നമ്മൾ ഈ ഒരു
എന്താ റിയലിസ്റ്റിക് ആ ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ, ഫോൾഡിങ് പോർഷൻ, അതിലൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഇല്ലസ്ട്രേഷൻ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. പിന്നെയും എങ്ങനത്തെ വീഡിയോസാണ് ഇല്ലസ്ട്രേഷൻ്റെ വേണ്ടത്, കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഇടാനും എളുപ്പമായിരുന്നു. ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ പോലെ ഓരോ സെക്ഷൻ പോലെ വേണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ഫാബ്രിക്കിൻ്റെ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അത് വേണം എന്നാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാവും. ഞാൻ അതിനനുസരിച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റ ഐ ഡിയും പേജും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.